ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ഓർത്തഡോക്സ് സഭ എപ്പിസ്കോപ്പൽ സുനഹദോസ് പ്രതിഷേധം. കാര്യം അത് NIA കോടതിയിലേക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ വെളിയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിച്ചതായ നടപടിയുമൊക്കെ ഇത് വളരെ തീവ്രമായ ഒരു സമൂഹത്തെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നു. അതേത് സംഘടനയിലായാലും മതങ്ങളിലായാലും അത് സ്വീകരിക്കുന്നതല്ല. അനുകൂലമായ നടപടി ഞങ്ങൾ ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു അദ്ദേഹം ക്രിസ്തീയ മതങ്ങൾ നടത്തുന്നതായ സ്കൂളുകളിലാണ് പഠിച്ചത് എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ പഠിച്ച് അദ്ദേഹം വലിയ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ താൻ പഠിച്ചതായ വിദ്യാലയത്തെയോ തന്നെ പഠിപ്പിച്ചതായ ആ കന്യാസ്ത്രീകളെ മറന്ന് പ്രവർത്തിക്കുന്നു, അവർക്ക് കയ്യാമം വെക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നിശ്ചയമായിട്ടും ഒരു വിരോധാഭാസമാണ്. അദ്ദേഹം ആദ്യം നൽകിയ വാഗ്ദാനത്തിന് വിപരീതമായിട്ടുള്ളതാണ് അദ്ദേഹം ചെയ്തത്. അതിൽ ഉള്ള പ്രതിഷേധവും ഈ സമയത്ത് രേഖപ്പെടുത്തി. കേന്ദ്ര സർക്കാർ ഇതിന് ഇടപെടുന്നതിന് വേണ്ടി ആഭ്യന്തരമന്ത്രി അമിത്ഷാ വന്ന് ഈ സ്ഥലം സന്ദർശിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം മോഡിയുമായി സംസാരിച്ചതിന് ശേഷം നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ്. എന്ത് നടപടിയാണെന്ന് നമുക്കറിയില്ല. ഏതായിരുന്നാലും അങ്ങനെയുള്ളതാണ് ഞങ്ങൾക്ക് ഇന്ന് ലഭിച്ചതായ പത്രവാർത്ത. ഛത്തീസ്ഗഡിലെ പ്രതിപക്ഷവും നിശ്ചിതമായിട്ടിരിക്കുകയാണ്. അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ സഭയ്ക്ക് പിന്തുണപരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകുന്നില്ല. പ്രതിപക്ഷം എല്ലായിടത്തും അവിടെ ആണെങ്കിലും ഇവിടെ പ്രതിപക്ഷത്തിന്റെ കാര്യമല്ല ഇവിടെ പറയാനുള്ളത്. അവിടുത്തെ ഭരണപക്ഷം ഈ ശരിയായ രീതിയിൽ നടപടികൾ വേണമെന്നുള്ളതാണ്. പ്രതിപക്ഷം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല. ഭരണപക്ഷം സമൂഹത്തിന്റെ സ്വാതന്ത്ര്യത്തിനെതിരായി പ്രവർത്തിക്കുന്നത് ആശാസ്യമല്ല. അത് ഈ സഭയ്ക്കല്ല, ക്രിസ്തീയ സഭയ്ക്കല്ല, ഭാരതത്തിന്റെ സംസ്കാരത്തിന് ഏറ്റിരിക്കുന്ന വലിയ ചെകിട്ടത്തടിയാണെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കേരളത്തിൽ മാത്രം ഇത്തരം പ്രതിഷേധങ്ങളുള്ളൂ എന്നാണ് BJP നേതാക്കൾ പറയുന്നത്. കൂടാതെ ഈ ക്രിസ്മസ് വരുമ്പോഴും ഈസ്റ്റർ വരുമ്പോഴും സഭാപിതാക്കന്മാരെ വിളിച്ച് അവരോടൊപ്പം സ്നേഹം പങ്കിട്ട് അങ്ങനെ സഭയുമായി നല്ല ബന്ധമാണെന്നാണ് ഈ കേരളത്തിൽ നല്ല ബന്ധമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിൽ പ്രതികരണം എതിരായിട്ട് വരുന്നത്? അപ്പോൾ കേരളത്തിലുള്ളതായിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ഇത് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്നേഹഭാവത്തിൽ കേരളത്തിൽ മാത്രമല്ല പിന്നെ മോഡി തന്നെ ഡൽഹിയിലുള്ളതായിരിക്കുന്ന അനേകം പള്ളികളിൽ ക്രിസ്തുമസിന്റെ ദിവസം പോയി സന്ദർശിക്കുകയും ക്രിസ്തുമസ് കേക്ക് കൊടുക്കുകയും ക്രിസ്തുമസ് കേക്ക് കട്ടുകയും ചെയ്തൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പണ്ട് കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വശത്തൂടെ പ്രീണനവും മറുവശത്തൂടെ പീഡനവും നടത്തുന്നത് അത് ഇരു തോണി ചവിട്ടുന്നത് പോലെയുള്ള സംരംഭമാണ്. അത് സഭയ്ക്ക് സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നത്. മോദി സർക്കാർ വന്നതിന് ശേഷം 4316 കേസുകളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ കണക്ക് ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ഈ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും കണക്ക് വർദ്ധിച്ചു വരുന്നത് മോദി സർക്കാരിന് ആ പ്രവർത്തിക്കുന്നതായ ആ തീവ്രവാദ സംഘടനകളെ നിയന്ത്രിക്കാനുള്ള കഴിവില്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ നിയന്ത്രിച്ചാൽ അവർക്കൊരു പക്ഷേ അണികൾ നഷ്ടപ്പെടുമെന്നുള്ളതായിരിക്കും അവരുടെ ഭയം. അതുകൊണ്ട് ഇതിന് ഇൻഡയറക്റ്റ് ആയിട്ട് മോദി സർക്കാരിന്റെ ഒരു പിന്തുണ ഉണ്ടോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നു. ഛത്തീസ്ഗഡിലെ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് മുതലായി ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ BJP സർക്കാർ വന്നിട്ട് ലാസ്റ്റ് 2 വർഷമായിട്ടുള്ളൂ. മുമ്പ് കോൺഗ്രസ് ഒക്കെ ആയിരുന്നു ഭരിച്ചിരുന്നത്. ആ സമയത്തും ആക്രമണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞല്ലോ, അതാണ് ഏത് സർക്കാർ ഏത് പക്ഷം എന്നുള്ളതല്ല ഞങ്ങളുടെ കാര്യം. ഇത് ഭരണകൂടം ഏത് ഭരണകൂടം എന്നുള്ളതല്ല. അതേ സമയത്ത് മതസ്വാതന്ത്ര്യത്തിനെതിരായി ഏത് ഭരണകൂടം പ്രവർത്തിച്ചാലും അത് പ്രതിഷേധാർഹമാണ്. അതിനുള്ളതായിരിക്കുന്ന ഞങ്ങളുടെ പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത്. ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ കാണുമ്പോൾ ഈ ക്രിസ്മസ് കേക്കുകളിൽ വർഗീയത ഒളിപ്പിച്ച് കടത്തുന്നുണ്ടോ എന്ന് തോന്നുന്നു. അങ്ങനെ ക്രിസ്മസ് കേക്കിനകത്ത് വർഗീയതയില്ലല്ലോ. കേക്കിനകത്ത് മുട്ടയും മറ്റുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിനകത്ത് വർഗീയതയൊന്നും പറയാനൊക്കെയില്ല. ഏതായിരുന്നാലും ഒരു ദിവസം കൊണ്ട് ലോകം അവസാനിക്കുന്നില്ല. അടുത്ത കേക്കും കൊണ്ട് വരട്ടെ നോക്കാം. മൈക്കിൽ